അപ്പൊ ഓക്കെ തുടങ്ങുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ഓഡിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ ഇനി ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കാനുള്ളത്, മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ ഒക്കെ ചോദിക്കുന്നുണ്ട്. ആന്റിസിഡന്റ് ചോദിക്കുന്നുണ്ട്. അതില് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വർക്ക് സിറ്റുവേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഔട്ട്കം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും ശരിക്കും സ്കിപ്പ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ കോമ്പോണൻസ് വന്നിട്ടുണ്ട്. കമ്മിറ്റ്മെന്റും ജോബ് സാറ്റിസ്ഫാക്ഷനും ഏകദേശം നമുക്കത് ഈ ഒരു ടോപ്പിക് മാത്രമായിട്ട് പഠിക്കാതിരിക്കണമെന്നില്ല. നമുക്ക് മറ്റേതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിലേറ്റ് ചെയ്ത് എഴുതാന്ന് മാത്രം. പിന്നെ ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ ടൈപ്സും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് ഇല്ല. അത്രയും ഇത് ഈ ഒരു ചാപ്റ്ററിന് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓരോ വട്ടവും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാ ടോപ്പിക്കും എത്തി. അപ്പൊ അടുത്തത് ജോബ് സാറ്റിസ്ഫാക്ഷൻ പറയാം. ഇപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഒരു ഇൻഡിവിജ്വലിനെ ആള് ചെയ്യുന്ന ഒരു ജോലിയോടുള്ള ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു അനുകൂലമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഇതിനൊക്കെ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ, നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത്, 4 ഡെഫിനിഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിക്കുക. ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഡിഫൈൻ ചെയ്ത ആളുടെ പേര് പഠിക്കുക, വർഷം ഒഴിവാക്കാം. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് അഫക്റ്റീവ് ഉണ്ട്, കോഗ്നിറ്റീവ് കോമ്പോണന്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബിഹേവിയറൽ കോമ്പോണന്റ് ഉണ്ട്. ഇതൊക്കെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അഫക്റ്റീവ് കോമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഈ ഒരു ജോബിനെ കുറിച്ച് ഉണ്ടാകുന്ന ഇമോഷൻസ്, അതാണ് ശരിക്കും അഫക്റ്റീവ് കോമ്പോണന്റിൽ പറയുന്നത്. നമുക്കൊരു ജോബ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണോ തോന്നുന്നത്, ഭയങ്കര പ്രൗഡ് ആണോ തോന്നുന്നത്, അല്ലെങ്കിൽ നിരാശയാണോ തോന്നുന്നത്, അല്ലെങ്കിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ അല്ലാത്ത ഒരു തോട്ട്സ് ഒക്കെയാണ് വരുന്നത്. ഇതൊക്കെ പറയുന്നതാണ് എന്ത്? എഫക്റ്റീവ് കോമ്പണന്റ്. എഫക്റ്റീവ് കോമ്പണന്റ് ഈസ് ദ ഇമോഷണൽ റെസ്പോൺസ് ടു ദ ജോബ് സിറ്റുവേഷൻ. കണ്ടോ, ഇമോഷണൽ റെസ്പോൺസ് ആണ്. ഇനി അടുത്തത് കോഗ്നിറ്റീവ് എലമെന്റ് ഉണ്ട്. നമ്മൾ ജോലിയെ കുറിച്ച് അല്ലെങ്കിൽ ജോബിനെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ വാല്യൂ ചെയ്യുന്നത്, അതാണ് കോഗ്നിറ്റീവ് എലമെന്റ്. ഈസ് അപ്രൈസൽ ഓൺ ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ ജോബ് ഫുൾഫിൽസ് ഇമ്പോർട്ടന്റ് നീഡ്സ് അസോസിയേറ്റഡ് വിത്ത് വൺസ് വർക്ക്. മൈ ജോബ് ഹെൽപ്പ് മീ ടു അച്ചീവ് മൈ ഗോൾസ്. കണ്ട, വിലയിരുത്തുകയാണ്. എന്റെ ജോലി എന്റെ ലക്ഷ്യത്തിലെത്താൻ എന്നെ സഹായിക്കുന്നുണ്ട്, എന്റെ ലക്ഷ്യം നേടാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിഹേവിയറൽ കോമ്പോണന്റ് ഉണ്ട്. അതായത് നമ്മുടെ പെരുമാറ്റത്തില് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ജോബ് പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ആണോ, ഈസ് ദ ഇന്റൻഷൻ ടു എൻഗേജ് ഇൻ സ്പെസിഫിക് ബിഹേവിയേഴ്സ് ആസ് മാനിഫെസ്റ്റഡ് ഇൻ പ്രൊഡക്ടിവിറ്റി, ആബ്സെന്റിസം, ടേൺ ഓവർ ആൻഡ് ഫോംസ് ഓഫ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ്. ഐ വാണ്ട് ടു ഗീവ് മൈ ബെസ്റ്റ് ഓൺ ദ ജോബ്. കണ്ടോ, നമ്മുടെ പെരുമാറ്റം ജോലിയിൽ കാണിക്കാം. എനിക്ക് എന്റെ ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യണം, നല്ലൊരു എംപ്ലോയി ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യണം. ബിഹേവിയറൽ കോമ്പോണന്റ് ആണ്. അങ്ങനെ 3 കോമ്പോണന്റ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷനിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നേച്ചർ ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ നേച്ചർ നിങ്ങൾ വായിച്ചു നോക്കുക, കാരണം ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഏതുവരെ പറഞ്ഞതൊക്കെ ഹോത്തോൺ ഇഫക്റ്റ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി അടുത്തത് ആന്റിസിഡൻസ് ആണ്. ആന്റിസിഡൻസിൽ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, വർക്കിംഗ് സിറ്റുവേഷനും ഉണ്ട്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിലെ ഏജ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ ഏജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ വർഷങ്ങൾ കൂടുമ്പോൾ, പരിചയം കൂടുമ്പോൾ എന്തായിരിക്കും, നമുക്ക് സ്വാഭാവികമായിട്ടും ആ ജോലിയോട് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. കാരണം എന്താ, പരിചിതമായ എല്ലാ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന വർക്കിംഗ് എൻവയറമെന്റ് നമുക്ക് പരിചിതമായി, നമ്മൾ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് മനപ്പാടാന്ന് പറയില്ലേ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്തായിരിക്കും, ആ ജോലിയോടുള്ള സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ ഫസ്റ്റത്തെ ക്യാരക്ടറൈസ് എന്ന് പറയുന്നത് എന്താണ്? ഏജ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഇനി അടുത്തത് ജെൻഡർ പറയുന്നുണ്ട്.
അതായത് ജെൻഡർ ബേസ്ഡ് ആയിട്ട് സാറ്റിസ്ഫാക്ഷനിൽ ഡിഫറൻസ് വന്നിരിക്കാം. അതായത് ജോലിയുടെ സിറ്റുവേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, ഇതൊക്കെ എന്തായിരിക്കും ജെൻഡർ ബേസ്ഡിൽ നോക്കുമ്പോൾ ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതേപോലെ തന്നെ എന്തായിരിക്കും ജോബ് സാറ്റിസ്ഫാക്ഷൻ അത് ബാധിക്കും. റിസർച്ച് എവിഡൻസ് ഓൺ ജെൻഡർ ഡിഫറൻസസ് ഇൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻകൺസിസ്റ്റന്റ് ആൻഡ് കോൺട്രാഡിക്ടറി. ഇൻ ജനറൽ, വുമൺ ആർ പെയ്ഡ് ലെസ് ദാൻ മെൻ. Their opportunities for promotion are fewer, and they believe that they have to work harder than men to receive comparable rewards. കണ്ടോ, ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് അവിടെ പറയുന്നത്. സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, ശമ്പളം കുറവാണ്, അവര് പുരുഷന്മാരെക്കാൾ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്, റിവാർഡ്സുകൾ കൂടുതൽ, അവരെ പോലെ റിവാർഡ് കിട്ടാനായിട്ട് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ജോബ് സാറ്റിസ്ഫാക്ഷനെ ബാധിക്കും. ഇനി അടുത്തത് ഒക്യുപ്പേഷണൽ ലെവൽ. ഓരോ ലെവലിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഹയർ പൊസിഷൻ ആണോ ലോവർ പൊസിഷൻ ആണോ, പദവിക്ക് അനുസരിച്ച് എന്തുണ്ടായിരിക്കും, അതിനനുസരിച്ച് അധികാരങ്ങളും ശമ്പളം അംഗീകാരം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി കിട്ടും. While some researchers have found positive relationship between educational level and job satisfaction, others have found a slight negative correlation, especially for higher levels of education. അപ്പോൾ ചില റിസർച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട് ഒരു പോസിറ്റീവ് റിലേഷൻ കാണിക്കുന്നുണ്ട്, അതായത് എഡ്യൂക്കേഷൻ ലെവൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുന്നു പറയുന്നുണ്ട്. പക്ഷെ ചിലവർ എന്താണ് ഒരു നെഗറ്റീവ് കോറിലേഷൻ ആണ് കാണിക്കുന്നത്. അതായത് എഡ്യൂക്കേഷൻ ലെവൽ കൂടിയിട്ടും കാര്യമൊന്നുമില്ല, ജോബ് സാറ്റിസ്ഫാക്ഷൻ വേണം വെച്ചെങ്കിൽ വേറെ ഫാക്ടേഴ്സ് വേണം. അതാണ് ചില റിസർച്ചേഴ്സ് പറയുന്നത്. The explanation is that better educated person have higher expectation and believe that their work should provide greater responsibility and fulfillment. Many jobs, however, do not satisfy the expectation, resulting in lower levels of satisfaction. അപ്പോണ്ടോ ചിലർ പറയുന്നത് എങ്ങനെയാ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് എന്താണ് ആൾക്ക് പ്രൊവൈഡ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫുൾഫിൽമെന്റ്, ആൾക്ക് ആ ജോലി താല്പര്യമാണ്. കാരണം എന്താ, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, നല്ല ജോലിയാണ്. ചിലർ പറയുന്നത് അങ്ങനെയാ. പക്ഷെ എന്താ യഥാർത്ഥത്തിൽ ശരിക്കും അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കില്ല. ഡു നോട്ട് സാറ്റിസ്ഫൈ ദീസ് എക്സ്പെക്ടേഷൻ റിസൾട്ടിങ് ഇൻ ലോവർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇനി അടുത്തത് പേഴ്സണാലിറ്റി പറയുന്നുണ്ട്. അതായത് പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും, ജോബ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇനി ഒരു ന്യൂറോട്ടിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. അതായത് നമ്മുടെ ബിഗ് 5 തിയറി വെച്ചിട്ടാണ് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് ആൻഡ് കോർ സെൽഫ് ഇവാലുവേഷൻ ഇൻഡിക്കേറ്റ് ദാറ്റ് പേഴ്സണാലിറ്റി വേരിയബിൾസ് ആർ റിലേറ്റഡ് ടു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ദേ ആർ പാർട്ട്ലി ഹെറിറ്റബിൾ. ആ ഒരു കാര്യം എഴുതാം. ഇനി അടുത്തത് കൾച്ചറൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൾച്ചറൽ വാല്യൂസ്, ബിലീവ്സ് ഒക്കെ. അതായത് ഇപ്പൊ നമുക്ക് ഓരോ കൾച്ചർ ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ആ കൾച്ചർ ആയിരിക്കണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ, ചിലര് നാടൻ ആൾക്കാരുണ്ടായിരിക്കും, അതായത് കോട്ട് സൂട്ടൊന്നും ഇടാത്ത, സാരി അങ്ങനെ ചുരിദാർ മാത്രമൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ. അപ്പൊ അവര് ജോലിക്ക് പോകുമ്പോ അവിടുത്തെ ഡ്രസ്സിങ് ചിലപ്പോ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മടി ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ തുടർന്നിട്ട് എന്തുണ്ടായിരിക്കും, ചിലപ്പോൾ ആ ഒരു ജോബിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതാവും. കാരണം എന്താ, ഈ ആളുടെ കൾച്ചർ അല്ല വർക്കിംഗ് കണ്ടീഷനിൽ വരുന്നത്. അപ്പൊ അതും കൂടെ കണക്റ്റഡ് ആണ്. അപ്പൊ അതാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഏജ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ളത്, ഒക്യുപേഷണൽ ലെവൽ, എഡ്യൂക്കേഷൻ, പേഴ്സണാലിറ്റി, കൾച്ചറൽ ഫാക്ടേഴ്സ്. ഓക്കെ ആണോ ഇതൊക്കെ ഒന്ന്? ആണോ? ഇനി അടുത്തത് വർക്ക് ഇറ്റ് സെൽഫ്. വർക്ക് സിറ്റുവേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് വർക്ക് ഇറ്റ് സെൽഫ്, നമുക്ക് ജോലിയോട് ഒരു നമുക്ക് ജോലിയോട് ഒരു എന്ത് ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്, അതന്നെയാണ് ഇവിടെ പറയുന്നത്. വർക്ക് ഇറ്റ് സെൽഫ് ഓഫ് ഓൾ ദ മേജർ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസ് ഓൺ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ദ നേച്ചർ ഓഫ് ദ വർക്ക് ഇറ്റ് സെൽഫ് ബെസ്റ്റ് പ്രെഡിക്ട്സ് ഓവറോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് other important outcomes like employee retention. It was found that interesting and challenging work that is not boring and a job that provides status were some of the most important ingredients of a satisfying job. കണ്ടോ, നമ്മൾ വിലയിരുത്തുകയാണ് ജോബിനെ കുറിച്ചിട്ട്. നമുക്ക് നല്ല സ്റ്റാറ്റസ് തരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ നടന്നു പോകുന്നുണ്ട്, എല്ലാ പ്രാരാബ്ദങ്ങളും തീരുന്നുണ്ട്. വർക്ക് ഇറ്റ് സെൽഫ് ആണ്. നമ്മൾ അതിനെ വാല്യൂ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് എന്താവും, സാറ്റിസ്ഫൈഡ് ആവും. വർക്ക് സിറ്റുവേഷൻ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ആദ്യത്തെ. ഇനി അടുത്തതാണ് പേ, ശമ്പളം.
Wages and salaries represent a significant but complex multi-dimensional factor in job satisfaction. ശമ്പളം കൂടിയാലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. രാവിലെ തൊട്ട് അന്ത്യാവുന്നോളം പണിയെടുത്തിട്ട് അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും? ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കില്ല. ഇനി അടുത്തത് പ്രൊമോഷൻസ്. അതായത് promotional opportunities have a significant impact on job satisfaction. However, since promotions take on different forms, they seem to have varying effect on job satisfaction. Promotion കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തായിരിക്കും? സാറ്റിസ്ഫാക്ഷൻ കൂടും. പിന്നെ അടുത്തത് സൂപ്പർവിഷൻ പറയുന്നുണ്ട്. അതായത് ജോയിൻ ആവുന്നുണ്ട്. സൂപ്പർവിഷൻ പറയുന്നുണ്ട്. അതായത് മേൽനോട്ടം, ഹയർ പൊസിഷനിലുള്ളവരുടെ മേൽനോട്ടം. അപ്പൊ അവരുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ഇനി വർക്ക് ഗ്രൂപ്പ്, അതായത് വർക്ക് പ്ലേസിലുള്ള ഒരു ഗ്രൂപ്പ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് കോ വർക്കർ സോഷ്യൽ സപ്പോർട്ട് ഹാസ് ബീൻ ഇൻവെസ്റ്റിഗേറ്റഡ് ഫോർ ഡെക്കേഡ്സ്. അതായത് കൂടെയുള്ള ആൾക്കാരുടെ ഒരു സോഷ്യൽ സപ്പോർട്ട്. ഇപ്പൊ ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാം. As far back as the Hawthorne studies of the 1920s, research has shown that workers who belong to social group and have friendship on the job tend to be more satisfied. കണ്ടോ, സോഷ്യൽ ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് ജോബ് വർക്കിംഗ് പ്ലേസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഹോത്തോൺ സ്റ്റഡീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി വർക്കിംഗ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് ജോലി ചെയ്യുന്ന സാഹചര്യം, അതായത് ഭയങ്കര ക്ലീൻ ആവുക, അട്രാക്റ്റീവ് സറൗണ്ടിങ്സ് ആയിരിക്കുക, പിന്നെ അതുപോലെ തന്നെ ഹോട്ട് നോയ്സി സറൗണ്ടിങ് ഒക്കെ അങ്ങനെ എന്തായിരിക്കും? പുവർ കണ്ടീഷൻസ് ആണ്. അപ്പൊ സാറ്റിസ്ഫൈഡ് ആവില്ല. അതുപോലെ തന്നെ ഭയങ്കര സെക്യൂർ ആയിരിക്കുക, സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക, അതൊക്കെ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ വർക്കിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വർക്ക് സിറ്റുവേഷൻ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇത്രയാണ് വരുന്നത്. രണ്ടും ഓക്കെ ആണോ? പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും വർക്ക് സിറ്റുവേഷൻ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ഇതൊക്കെ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ പോയിന്റ് മാത്രം നോക്കി വെച്ചാൽ മതി. ബാക്കി നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത് എന്നുള്ളത് അല്ലെ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ പോയിന്റ് നോക്കി വെക്കാം. ബാക്കി നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ ആണല്ലോ. പോവട്ടെ, അടുത്തതിലോട്ട് പോവട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അടുത്തത് ഓക്കെ, ഔട്ട്കംസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഔട്ട്കം എന്തൊക്കെയാണ്? അപ്പൊ അതിൽ ആദ്യത്തെയാണ് ജോബ് പെർഫോമൻസ്. സാറ്റിസ്ഫാക്ഷൻ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ജീവനക്കാരുടെ റെസ്പോൺസിബിലിറ്റി കൂടും, പ്രോഡക്ടിവിറ്റി കൂടും, ജോലിയുടെ ക്വാളിറ്റി കൂടും. ഇതൊക്കെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ കിട്ടുമ്പോൾ പെർഫോമൻസ് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി അതേപോലെ തന്നെ കൂടും. ഹാപ്പി വർക്കർ ഈസ് എ പ്രോഡക്റ്റീവ് വർക്കർ. സെന്റൻസ് എഴുതിക്കോളൂ കേട്ടോ. ഹാപ്പി വർക്കർ ഈസ് എ പ്രോഡക്റ്റീവ് വർക്കർ. ആദ്യത്തെ പോയിന്റ് തന്നെ എഴുതിക്കോ ജോബ് പെർഫോമൻസിൽ. ആസ് ലോങ് ബീൻ examined by organizational behavior researchers, studies reflect that job satisfaction can predict performance through only to a moderate extent. There are several factors that seem to weaken modify the impact of job satisfaction on performance, like complexity of the job, autonomy to the employees, working condition, task structure, previous experience, task abilities, requisite skills, etc. അപ്പൊ ഇതും കൂടെ എന്താണ്? ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പെർഫോമൻസിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അതിൽ രണ്ടാമത്തെയാണ് വിഡ്രോവൽ ബിഹേവിയർ. വിഡ്രോവൽ ബിഹേവിയർ അതായത് ഔട്ട്കം ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? വിഡ്രോവൽ ബിഹേവിയർ കുറവായിരിക്കും. വിഡ്രോവൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ ഓർഗനൈസേഷനിൽ കാണിക്കാൻ പറ്റുന്ന വിഡ്രോവൽ ബിഹേവിയർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ലീവ് എടുക്കുക, ജോലിക്ക് കയറുക, അല്ലെങ്കിൽ ജോലി വേണ്ടാന്ന് വെക്കുക. ഇതൊക്കെ എന്താണ്? വിഡ്രോവൽ ബിഹേവിയേഴ്സ് ആണ്. അപ്പൊ അതൊക്കെ അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ വിഡ്രോവൽ ബിഹേവിയർ കുറവായിരിക്കും. ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ വിഡ്രോവൽ ബിഹേവിയർ കൂടുതലായിരിക്കും. ഇനി അടുത്തത് വർക്ക് പ്ലേസ് ഡിവിയൻസ്. വർക്ക് പ്ലേസ് ഡിവിയൻസ് അതായത് ജോലി സ്ഥലത്തെ ഒരു മാറ്റങ്ങൾ, ഡിവിയൻസ്. അതായത് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ജീവനക്കാർ എങ്ങനെയായിരിക്കും? ആ റൂൾസ് ഒന്നും, ജോലി സ്ഥലത്തെ റൂൾസ് ഒന്നും അവര് നോക്കില്ല, അവരതൊന്നും പാലിക്കില്ല, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പോ മാനേജർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസിനോട് എതിർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു
ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അതാണ് വർക്ക് പ്ലേസ് ഡിവിയൻസ്. അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണെങ്കിൽ വർക്ക് പ്ലേസ് ഡിവിയൻസ് കുറവായിരിക്കും, അതല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇനി അടുത്തത് സേഫ്റ്റി പെർഫോമൻസ്, അതായത് സുരക്ഷ, സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആക്സിഡന്റ്സ് ആൻഡ് ഇഞ്ചുറീസ് അറ്റ് വർക്ക് ആർ സീരിയസ് മാറ്റർ ബോത്ത് ഫോർ എംപ്ലോയീസ് ഹു ആർ ഹർട്ട് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. Attempts have therefore been made to examine the potential causes of accidents and to reduce workplace injuries. അല്ലെ, ഒട്ടും സുരക്ഷ ഇല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല, അവിടെ വർക്ക് ചെയ്യാൻ അവർക്ക് പേടിയായിരിക്കും. അപ്പൊ ഈ ഒരു സുരക്ഷാ നിയമങ്ങൾ പാലിക്കുക, അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതൊക്കെ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നും വരേണ്ടതാണ്. ഇനി അടുത്തത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ ഇതുപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ എങ്ങനെയായിരിക്കും? അവര് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യും. അതല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ഒട്ടും താല്പര്യമില്ലാത്ത ജോലിയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇവര് ശ്രദ്ധിക്കില്ല, അവര് വേറെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പൊക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ നല്ല വിലയുള്ള സാധനമാണ് വെച്ചെങ്കിൽ വില കുറഞ്ഞ മുടിഞ്ഞാ പോട്ടെ എന്നൊക്കെ ആ രീതിയിലുള്ള ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഇപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇനി അടുത്തത് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ജോബ് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിരിക്കും? ലൈഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം ജോബിൽ നിന്ന് മതിയായിട്ടുള്ള ശമ്പളം കിട്ടുന്നുണ്ട്, പിന്നെ വർക്കിംഗ് ടൈം ഓക്കെയാണ്, അത്യാവശ്യത്തിന് ലീവുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലൈഫ് സാറ്റിസ്ഫാക്ഷനും അതേപോലെ ഓക്കെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഔട്ട്കം. ആദ്യം തന്നെ ജോബ് പെർഫോമൻസ്, പിന്നെ വിഡ്രോവൽ ബിഹേവിയേഴ്സ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണെങ്കിൽ വിഡ്രോവൽ ബിഹേവിയേഴ്സ് കുറവായിരിക്കും. വർക്ക് പ്ലേസ് ഡിവിയൻസ് എന്ന് പറയുന്നത് എന്താ? നേരം വൈകി എത്തുക, അല്ലെങ്കിൽ ജോലിയിൽ അശ്രദ്ധ കാണിക്കുക, നേരത്തെ ഇറങ്ങാൻ ജോലി വേണ്ട എന്നൊക്കെ പറയുന്നതൊക്കെയാണ് വർക്ക് പ്ലേസ് ഡിവിയൻസ്. അപ്പൊ അത് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറവായിരിക്കും. സേഫ്റ്റി പെർഫോമൻസ്, സേഫ്റ്റി അറ്റ്മോസ്ഫിയർ വേണം, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് എന്ത് ചെയ്യും? നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഇനി അതേപോലെ തന്നെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ്. ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് ആ ഒരു കമ്പനിയോട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തോടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ വിശ്വാസം, അതില് തുടരാനുള്ള ഒരു ആഗ്രഹം, ആ ഒരു സ്ഥാപനത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ അതില് 3 ടൈപ്പ് പറയുന്നുണ്ട്. അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ്, കണ്ടിന്യൂവൻസ് കമ്മിറ്റ്മെന്റ്, നോർമാറ്റീവ് കമ്മിറ്റ്മെന്റ്. അങ്ങനെ 3 കമ്മിറ്റ്മെന്റ് പറയുന്നുണ്ട് കേട്ടോ. എഫക്റ്റീവ് കമ്മിറ്റ്മെന്റ്, കണ്ടിന്യൂവൻസ് കമ്മിറ്റ്മെന്റ്, നോർമാറ്റീവ് കമ്മിറ്റ്മെന്റ്. എഫക്റ്റീവ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. എനിക്ക് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, അതാണ് എഫക്റ്റീവ് കമ്മിറ്റ്മെന്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദി എംപ്ലോയീസ് പെർസെപ്ഷൻ ഓഫ് ദെയർ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടു ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് വിത്ത് ദെയർ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഗോൾസ്. കണ്ടോ, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. ഞാൻ ഇവിടെ ജോലി ചെയ്യും, എനിക്ക് ആ ഒരു കമ്പനി വിട്ടുപോകാനായിട്ട് താല്പര്യമില്ല. അത് അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ് ആണ്. ഇനി കണ്ടിന്യൂസ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ജോലി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ട്. എനിക്ക് എന്റെ ശമ്പളം ഇല്ലാതാവും, എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല, എനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല, പിന്നെ എനിക്ക് വേറൊരു ജോലി കിട്ടില്ല. ഇതൊക്കെ എന്താണ്? അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ആ ഒരു കമ്പനിയിൽ തന്നെ തുടരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ തുടരുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂവൻസ് കമ്മിറ്റ്മെന്റ് ആണ്. കണ്ടിന്യൂവൻസ് കമ്മിറ്റ്മെന്റ്. ഇറ്റ് റെഫേഴ്സ് ടു എംപ്ലോയീസ് പെർസെപ്ഷൻ ഓഫ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ലീവിംഗ് ദ ഓർഗനൈസേഷൻ. കണ്ടോ, ഈ ഓർഗനൈസേഷൻ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാലോചിച്ചിട്ടാണ് എന്ത്? കണ്ടിന്യൂസ് കമ്മിറ്റ്മെന്റ് പറയുന്നത്. ഇനി അടുത്തത് നോർമാറ്റീവ് കമ്മിറ്റ്മെന്റ്. നോർമാറ്റീവ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി, അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദ എംപ്ലോയീസ് പെർസെപ്ഷൻ ഓഫ് ദെയർ ഒബ്ലിഗേഷൻ ടു ദെയർ ഓർഗനൈസേഷൻ. ഇവിടെ എന്താണ്? ഞാൻ ഈ കമ്പനി വിട്ടുപോകാൻ പാടില്ല, ഇവിടെ വർക്ക് ചെയ്യേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്, ഇതെന്റെ കടമയാണ്, ഞാൻ ഇവിടെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇതാണ് നോർമാറ്റീവ് കമ്മിറ്റ്മെന്റ്. സച്ച് എ ഫീലിംഗ് ഓഫ് ഒബ്ലിഗേഷൻ ഓഫൻ റിസൾട്ട്സ് ഫ്രം വാട്ട് വേനർ ക്യാരക്ടറൈസ്ഡ് ആസ് ജനറലൈസ്ഡ് വാല്യൂ ഓഫ് ലോയൽറ്റി ആൻഡ് ഡ്യൂട്ടി. കണ്ടോ, കുറച്ച് ലോയൽ ആയിട്ട് ചിന്തിക്കുകയാണ്, ഇത് എന്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ഇവിടെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ, ഇത്രയും കാലം വർക്ക് ചെയ്തില്ലേ, ഞാൻ ഇവിടെ ചെയ്യേണ്ടത് എന്റെ കടമയാണ്, കാരണം എനിക്ക് ശമ്പളം തരുന്നുണ്ട്, ആ ശമ്പളത്തോണ്ട് എന്റെ ഫാമിലി നടന്നു പോകുന്നുണ്ട്, അപ്പൊ ഞാൻ ഈ ജോബ്
വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് കാണിക്കുന്ന ഒരു അനീതിയാവും. അപ്പൊ ഞാനിവിടെ തുടരേണ്ടത് എന്റെ കടമയാണ്. ഇതാണ് നോർമാറ്റീവ് കമ്മിറ്റ്മെന്റ്. അങ്ങനെ 3 കമ്മിറ്റ്മെന്റ്: എഫക്റ്റീവ്, കണ്ടിന്യൂസ്, നോർമാറ്റീവ്. ഓക്കെ ആണോ 3 ഇതൊക്കെ വരും കേട്ടോ, ഇതൊക്കെ വരുന്നല്ല, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ. ഇനി അടുത്തത് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഈ ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത് മാത്രമായിട്ട് പഠിക്കാനായിട്ട് ഇരിക്കേണ്ട. കമ്മിറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ റിലേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. കുറച്ചൊന്നും അങ്ങോട്ട് പൊരിപ്പിച്ചങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി അടുത്തത് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ. അതായത് നമ്മള് ജോലിക്ക് കയറുമ്പോൾ അതിൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇല്ലാത്തതും അല്ലെങ്കിൽ ജോബിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വമേധയാ ചെയ്യുന്ന, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ബിഹേവിയർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവിടെ കാഴ്ചവെക്കുന്ന നമ്മുടെ പെരുമാറ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. അപ്പൊ ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ, അപ്പൊ അതിൽ ടൈപ്സ് പറയുന്നത് courtesy പറയുന്നുണ്ട്. അതായത് an employee may show the tendency of OCB by being extra polite with their colleagues. ഭയങ്കര പൊളൈറ്റ് ആയിട്ടിരിക്കും, ഭയങ്കര മര്യാദക്കാരനാണ്, എക്സ്ട്രാ പൊളൈറ്റ് ആണ്, അത് courtesy എന്ന് പറയാം. പിന്നെ അടുത്തത് ഭയങ്കര മര്യാദപൂർവ്വം പെരുമാറുക, അതാണ് അതോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആൾട്രൂയിസം, പരോപകാരാണ്, അതായത് സ്വന്തം വർക്കുകൾ ചെയ്യുന്നുണ്ട്, അതുകൂടാതെ മറ്റുള്ളവരെയും കൂടെ സഹായിക്കുക, കോവർക്കേഴ്സിനെയും കൂടെ ഹെൽപ്പ് ചെയ്യുക, ഇതാണ് ആൾട്രൂയിസം, പരോപകാരം എന്ന് പറയുന്നുണ്ട്. certain employees show the tendency of altruistic behavior by helping others without expecting anything in return. കണ്ടോ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല, മറ്റുള്ളവരെ കൂടെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ സ്പോർട്സ്മാൻഷിപ്പ്, നമുക്ക് പച്ച മലയാളത്തിൽ സഹിഷ്ണുത എന്നൊക്കെ പറയാം. അതായത് ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ അസൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സഹിക്കാം, അത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം തന്നെ. ദിസ് പ്രിൻസിപ്പിൾ മീൻസ് an employee decide to stay in good spirit even if situations do not favor them. കണ്ടോ, സിറ്റുവേഷൻ ഓക്കെ അല്ല, എന്നാലും അത് എല്ലാം നല്ലതിന്, ആ ഒരു തോട്ടിൽ എടുക്കുക സ്പോർട്സ്മാൻഷിപ്പ്. പിന്നെ കൺസൈഷ്യസ്നെസ്, ബോധപൂർവത്തോടെ പെരുമാറാം. അതായത് an employee who has high level of conscientiousness, he or she feels morally responsible towards a task and tries to complete it more carefully. He or she can go beyond their job description to ensure that the goal or target of the team is achieved. ഇവിടെ എന്താണ്, സ്ഥാപനത്തിൽ പറയുന്ന നിയമങ്ങൾ നമ്മൾ പാലിക്കുന്ന, നിർദ്ദേശിക്കുന്നതിൽ കുറച്ചും കൂടി കൂടുതൽ ചെയ്തെങ്കിലുള്ളൂ എന്ന് പറയില്ലേ, അതേപോലെ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അടുത്തത് സിവിക് വെർച്യു പറയുന്നുണ്ട്. അതായത് സ്ഥാപനമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള ഒരു പങ്കാളിത്തം, പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ട് ചെയ്യാന്ന് പറയില്ലേ, അതാണ് സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ പങ്കെടുക്കുക. അപ്പൊ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക. പിന്നെ ഈ സ്ഥാപനത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ന്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിലേക്ക് അറ്റൻഷൻ കൊടുക്കുക. അപ്പൊ ഫുൾ അതിൽ വേണ്ടിയിട്ട് ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക, സിവിക് വെർച്യു. അങ്ങനെ എത്ര ഉണ്ട്? 1 2 3 4 5. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എങ്ങനെ എഴുതണം, എന്താ എഴുതണം,
എത്ര പേജ്? നമുക്ക് എല്ലാതും 10 മാർക്കിനാണ് വരിക അല്ലെ? കോർ സബ്ജക്റ്റ് ആണ്. അപ്പൊ 50-ലാണ് എക്സാം, 10 മാർക്കിനാണ് എഴുതാൻ വരിക. അപ്പൊ ഒരു 4 to 5 പേജസ് ഒക്കെ എഴുതാം. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അപ്പൊ അതിനെ പറ്റിയിട്ട് ഇപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് വേണം? ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ട് ഒരു 4-5 സെന്റൻസ് എഴുതിയിട്ട് ബാക്കി എന്താണോ, നേച്ചർ ആണോ, കോൺസെപ്റ്റ് ആണോ, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ ചോദിച്ചതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കി എഴുതാം. പിന്നെ പരമാവധി എവിടെയെങ്കിലൊക്കെ ഡയഗ്രോ കാര്യങ്ങളൊക്കെ വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് വരയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. വർക്ക് വാല്യൂസ്. ഇനി വർക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താ? നമ്മള് ജോലിനെ എത്രത്തോളം വിലമതിക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ വർക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ നിങ്ങൾ നോക്കുക കേട്ടോ, ഡെഫിനിഷനും മീനിങ്ങും നോക്കുക. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഡെഫിനിഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ പഠിക്കുക, മാറ്റി തിരിച്ച് എഴുതാനായിട്ട് നോക്കരുത്. പഠിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പഠിക്കുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കൾച്ചറൽ മോഡൽ ഫ്രെയിംവർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രോംപനർലി 2 കൾച്ചറൽ ഡയമെൻഷൻ മോഡൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഹോഫ്സ്റ്റീഡിന്റെ എന്ന് പറയുന്നത് 4 ഡയമെൻഷൻസ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് പവർ ഡിസ്റ്റൻസ് ആണ്. അതായത് ഓരോരുത്തർക്കുള്ള ഒരു പവർ, അധികാരത്തിന്റെ ബേസിൽ, അതാണ് കൾച്ചറൽ ഡയമെൻഷനിൽ പറയുന്നത് പവർ ഡിസ്റ്റൻസ്. ലോ പവർ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവർക്ക് ഹൈ പവർ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പവർ കൂടുതലാണ്. അപ്പൊ എന്താണ്? താഴെ തട്ടിലുള്ളവരാരും അതിനെ ചോദ്യം ചെയ്യില്ല. ലോ പവർ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കും, ഈക്വാലിറ്റി ഉണ്ടായിരിക്കും. അതാണ് ലോ പവർ ഡിസ്റ്റൻസിൽ പറയാനുള്ളത്. അപ്പൊ ഈ ഒരു ടേബിൾ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പഠിക്കുക, അതല്ലെങ്കിൽ ഈ ഒരു ടേബിൾ മാത്രം പഠിച്ചാൽ പോരാ, 4 ഡയമെൻഷനിലും ടേബിൾ പറയുന്നുണ്ട്. അപ്പൊ അത്രയും ഉറപ്പിൽ പഠിക്കാൻ പറ്റുന്നവര് മാത്രം ഹോഫ്സ്റ്റീഡിന്റെ പഠിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക. കാരണം 4 ഡയമെൻഷനിലും എന്ത് വരുന്നുണ്ട്? ടേബിൾ വരുന്നുണ്ട്. അതിൽ ഓരോന്നിലും മാനേജറിയൽ ലെവൽ, എംപ്ലോയി ലെവൽ, ഡിസിഷൻ മേക്കിംഗ് ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവം കിടക്കുന്നുണ്ട്. അപ്പൊ ടേബിൾ പഠിക്കാൻ പഠിക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ടോപ്പിക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ അതിലെ കൾച്ചറൽ ഡയമെൻഷൻ, അപ്പൊ ആദ്യത്തെ പറഞ്ഞല്ലോ പവർ ഡിസ്റ്റൻസ് ആണ്. പവറിനെ ബേസ് ചെയ്തിട്ടാണ്. ദ കൾച്ചറൽ ഡയമെൻഷൻ ഓഫ് പവർ ഡിസ്റ്റൻസ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ടു വിച്ച് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി അക്സെപ്റ്റ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് പവർ ആൻഡ് അതോറിറ്റി. കണ്ടോ, പവറിന്റെ ബേസിലാണ്, അധികാരത്തിന്റെ ബേസിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അക്കോർഡിംഗ് ടു ദ മോഡൽ, ദോസ് ഹു ബിലോങ് ടു ഹൈ പവർ ഡിസ്റ്റൻസ് സൊസൈറ്റി they are more likely to believe that there are some powerful people who are in charge and that those people are entitled to special benefits, while people belonging to lower power distance societies tend to consider that all members are equal. Low power distance ആണെന്നെങ്കിൽ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും, കമ്മ്യൂണിക്കേഷൻ കൂടുതലായിരിക്കും, ഇക്വാലിറ്റി ഉണ്ടായിരിക്കും എല്ലാവരുടെ ഇടയിൽ. ഇനി കൾച്ചറൽ ഡയമെൻഷൻ 2 പറയുന്നത് ഇൻഡിവിജ്വലിസം ആൻഡ് കളക്ടിവിസം ആണ്. ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ എന്താണ്? വ്യക്തിഗതമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമാണ് അവിടെ നോക്കുന്നത്. പക്ഷെ കളക്ടിവിസം എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഭയങ്കര കോപ്പറേഷൻ ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് കളക്ടിവിസത്തിൽ പറയാനുള്ളത്. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ഇൻഡിവിജ്വലിസം ആൻഡ് കളക്ടിവിസം. മൂന്നാമത്തെ ഡയമെൻഷൻ വരുന്നത് അൺസർട്ടനിറ്റി അവോയ്ഡൻസ്, അതായത് ഒഴിവാക്കുക. അനിശ്ചിതത്വമായിട്ടുള്ള കാര്യങ്ങൾ, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്താക്കുക? ഒഴിവാക്കുക. അതില് ഹൈ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലോ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ഉണ്ട്. ഹൈ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. സെക്യൂരിറ്റി അവർക്ക് പ്രധാനമായിരിക്കും. സേഫ്റ്റി, സെക്യൂരിറ്റി ഒക്കെ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇനി ലോ അൺസർട്ടനിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഭയങ്കര
ഭയങ്കര മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും എല്ലാവരോടും ഉണ്ടായിരിക്കുക. The third cultural dimension is uncertainty avoidance. It refers to the degree to which people in a society are comfortable with risk, uncertainty and unpredictable situations. കണ്ടോ, അവർക്ക് ഏത് സാഹചര്യത്തോടും അവർക്ക് എന്തായിരിക്കും, കംഫർട്ട് ആയിരിക്കും. ഏത് റിസ്ക് വന്നാലും അവർക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കില്ല. The people who belong to higher uncertainty avoidance societies tend to avoid uncertainty and unpredictability. അവർക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഭയങ്കര പേടിയാണ്. ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവർക്ക് സേഫ്റ്റി ഒക്കെ ഭയങ്കര പ്രധാനം. പുലിവാല് പിടിച്ച കാര്യം ഏറ്റെടുക്കണം, അത് പ്രശ്നമാവില്ല. അങ്ങനത്തെ ഒക്കെയാണ് എന്ത് ഹൈ അൺസർട്ടനിറ്റി അവോയ്ഡൻസ്. ഇനി അടുത്തത് കൾച്ചറൽ ഡയമെൻഷൻ ഫോർ മസ്കുലിനിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഹൈ മസ്കുലിനിറ്റി, ലോ മസ്കുലിനിറ്റി. ഹൈ മസ്കുലിനിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സക്സസ് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ പണമിടപാടുകൾ ഇമ്പോർട്ടന്റ് ആണ്, മത്സരം ഭയങ്കര കൂടുതലായിരിക്കും. ഇനി ലോ മസ്കുലിനിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ റിലേഷൻഷിപ്പിന് പ്രാധാന്യം ഉണ്ടായിരിക്കും. കുറച്ചും കൂടി മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ക്വാളിറ്റീസ് ഒക്കെ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. The fourth dimension is called masculinity. It refers to the degree to which a society emphasis upon the traditional masculine qualities such as advancement and earnings. അപ്പൊ അവിടെ ഹൈ മസ്കുലിനിറ്റി ആണെങ്കിൽ എന്താണ്, അഡ്വാൻസ്മെന്റ് ആൻഡ് ഏർണിങ്സ്, അതാണ് ഫോക്കസ് ചെയ്യുന്നത്. വിച്ച് ഹാവ് ഹൈ മസ്കുലിനിറ്റി, ദേ ഗിവ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു വർക്ക്. ദ ജെൻഡർ റോൾസ് ആർ വെരി ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആൻഡ് വർക്ക് ടേക്സ് പ്രിയോറിറ്റി ഓവർ അതർ ആസ്പെക്ട്സ് ഓഫ് എ പേഴ്സൺസ് ലൈഫ് സച്ച് ആസ് ഫാമിലി ആൻഡ് ലീഷർ. ഇവിടെ എന്തിനാണ് ഹൈ മസ്കുലിനിറ്റി ആണെന്നുണ്ടെങ്കിൽ വർക്കിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നേരെ തിരിച്ച് ലോ മസ്കുലിനിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റീസ് ഒക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ 4 ഡയമെൻഷൻസ് ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് ട്രോംപനറിന്റെ ഇതേപോലെ തന്നെ ട്രോംപനർ, പക്ഷെ 7 ഡയമെൻഷൻസ് ആയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. 7 ഡയമെൻഷൻസ്. ആദ്യത്തെയാണ് യൂണിവേഴ്സലിസം വേഴ്സസ് പർട്ടിക്കുലറിസം. അതായത് യൂണിവേഴ്സലിസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്, അങ്ങനെ ഈക്വാലിറ്റീനെ പറ്റിയിട്ടാണ് യൂണിവേഴ്സലിസം പറയുന്നത്. അവിടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. നേരെ തിരിച്ച് പെർട്ടിക്കുലറിസം ആണെങ്കിൽ എന്താണ്, അവിടെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സിറ്റുവേഷൻസ് അനുസരിച്ച് കമ്പനിയുടെ റൂൾസ് ഒക്കെ മാറ്റാം എന്നുള്ളത് പാർട്ടിക്കുലറിസം പറയുന്നുണ്ട്. ഇവിടെ വായിച്ചാൽ മനസ്സിലാവും. എംപ്ലോയി ഹാവ് എ കൾച്ചർ ഓഫ് യൂണിവേഴ്സലിസം ടെൻഡ് ടു ഫോക്കസ് മോർ ഓൺ ദെയർ റൂൾസ് ആൻഡ് പോളിസീസ്. കണ്ടോ, യൂണിവേഴ്സലിസം ആകുമ്പോൾ റൂൾസും പോളിസീസും ആണ് ഇമ്പോർട്ടന്റ്. എല്ലാവരും ഒരേപോലെ നിയമങ്ങൾ ബാധിക്കണം. ഇൻ കമ്പാരിസൺ ടു റിലേഷൻഷിപ്പ്, അവിടെ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം ഇല്ല. ബട്ട് പർട്ടിക്കുലറിസം ആണെന്നുണ്ടെങ്കിൽ the people there give more importance to relationship than rules. റൂൾസിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, റിലേഷൻഷിപ്പിനാണ്. ഇനി അടുത്തത് ഇൻഡിവിജ്വലിസം ആൻഡ് കമ്മ്യൂണിറ്റേറിയനിസം. ഇൻഡിവിജ്വലിസം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻസിന് പ്രാധാന്യം ഉണ്ടായിരിക്കും. വ്യക്തിഗത തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരിക്കും. എന്റെ വിജയം എന്റെ കാര്യം, അങ്ങനെ ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. കമ്മ്യൂണിറ്റേറിയനിസം ആവുമ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്, അതൊക്കെയാണ് കമ്മ്യൂണിറ്റേറിയനിസത്തിൽ പറയാനുള്ളത്. പിന്നെ ന്യൂട്രൽ വേഴ്സസ് എഫക്റ്റീവ്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ന്യൂട്രൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു കാം ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദ ന്യൂട്രൽ കൾച്ചർ ഡു നോട്ട് ഷെയർ ദെയർ ഇമോഷൻസ്, though the emotions are felt by them, yet keep check and control on emotions. കണ്ടോ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ഇമോഷൻസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നില്ല. The employees of such organizations are considered to be logical and rational ആയിരിക്കും. ഇനി എഫക്റ്റീവ് ആണെങ്കിൽ എന്താ, അവരവരുടെ ഇമോഷൻസ് ഒക്കെ തുറന്ന് കാണിക്കും. ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിരി വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കും, ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കാണിക്കും. അതൊക്കെയാണ് എഫക്റ്റീവ് ഡയമെൻഷൻ. ഇനി അടുത്തത് സ്പെസിഫിക് ആൻഡ് ഡിഫ്യൂസ്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്തെ കാര്യങ്ങള് ജോലി സ്ഥലത്ത് മാത്രം, അവിടെ ജോലി മാത്രമേ ഉള്ളൂ, വേറെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇവിടെ കൂട്ടിച്ചേർക്കുന്നില്ല. കണ്ടോ, പീപ്പിൾ ഹു ടെൻഡ് ടു കീപ് ദെയർ പേഴ്സണൽ ലൈഫ് സെപ്പറേറ്റ് ഫ്രം ദെയർ വർക്ക് ലൈഫ്, അതാണ് എന്ത് സ്പെസിഫിക് എന്ന് പറയുന്നത്. ഇനി ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ടും കൂടെ ഓവർലാപ്പ് ആണ്.
The balance between their work life and are more focused towards goal. The emphasis more on goals than relationship. Specific in the കാര്യമാണ് ട്ടോ പറഞ്ഞത്. While the organization or any society which has a diffusive cultural dimension, their employees or people treat their personal and work life interconnected. കണ്ടോ, പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ വർക്ക് ലൈഫും രണ്ടും ഇന്റർകണക്റ്റഡ് ആയിരിക്കും. ഇനി അടുത്തത് അച്ചീവ്മെന്റ് ആൻഡ് എസ്ക്രിപ്ഷൻ. അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗോൾ ആണ് പ്രധാനം. Have a cultural dimension of achievement. Their employees earn status through knowledge or skill. Job titles are earned by the employees which reflect their knowledge and skill. While organizations which have an ascription cultural dimension, their employees get a status on basis of who they are. Such status can be based upon their പൊസിഷൻ, എഡ്യൂക്കേഷൻ ഓർ ഏജ്. ഇവിടെ എന്താണ് അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്കിൽസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ പെർഫോമൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, അവരുടെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അവരുടെ ഏജ്, ആ ഒരു ഫാമിലിക്കൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. അതാണ് അസ്ക്രിപ്ഷൻ ഡയമെൻഷൻ. ഇനി സീക്വൻഷ്യൽ ടൈം ആൻഡ് സിങ്ക്രോണസ് ടൈം പറയുന്നുണ്ട്. അതായത് സീക്വൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഒരു ജോലി, അതാണ് സീക്വൻഷ്യൽ ടൈം. സിങ്ക്രോണസ് എന്ന് പറയുമ്പോൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് ഡ്യൂട്ടീസ് കൊടുക്കുന്നുണ്ട്. ദ എംപ്ലോയീസ് ബിലോങ്ങിങ് ടു സീക്വൻഷ്യൽ ടൈം കൾച്ചർ ഗിവൺ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ടൈം. ടൈമിന് പ്രാധാന്യമാണ്. Employees work on project in different phases, try to complete each stage on time. It is rude to be late for meeting in these cultures. ഇവിടെ എന്താണ്, മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ലേറ്റ് ആവാനായിട്ട് പാടില്ല. ഇനി സിങ്ക്രോണസ് ടൈം ആണെന്നുണ്ടെങ്കിൽ ദ എംപ്ലോയീസ് ബിലീവ് ദാറ്റ് ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആർ ഇന്റർകണക്റ്റഡ്. എല്ലാം കൂടെ ഇന്റർകണക്റ്റഡ് ആണ്. ബിക്കോസ് ഓഫ് ദിസ് എംപ്ലോയീസ് പെർഫോം മൾട്ടി ടാസ്ക് അറ്റ് എ സിംഗിൾ ടൈം ബിക്കോസ് ടൈം ഈസ് ഇന്റർചേഞ്ചബിൾ. ഇവിടെ എന്താ, ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് സിങ്ക്രോണസ് ടൈമിൽ പറയുന്നത്. ഇനി ഇന്റേണൽ ഡയറക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ ഡയറക്ഷൻ പറയുന്നുണ്ട്. ഇന്റേണൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേച്ചറിനെ കൺട്രോൾ ചെയ്യുക. ദ സൊസൈറ്റീസ് വിച്ച് പോസസ് ആൻ ഇന്റേണൽ ഡയറക്ഷൻ കൾച്ചർ കൺസിസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഓർ പീപ്പിൾ ഹു ഹാവ് എ ബിലീഫ് ദാറ്റ് ദേ കൺട്രോൾ ദെയർ എൻവയറമെന്റ് ഇൻ ഓർഡർ ടു അച്ചീവ് ദെയർ ഗോൾസ്. അതായത് ഇന്റേണൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഹ്യൂമൻസ് എൻവയറമെന്റിനെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ ഗോളിൽ എത്താനായിട്ട് എൻവയറമെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളായിരിക്കും. ഇനി എക്സ്റ്റേണൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അഡാപ്റ്റേഷൻ ആണ്. എൻവയറമെന്റിൽ വരുന്ന മാറ്റങ്ങളോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അതാണ് എക്സ്റ്റേണൽ ഡയറക്ഷൻ. അങ്ങനെ 7 ഡയമെൻഷൻസ് ആണ് ട്രോംപനർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ ഒന്ന് ഓർത്ത് വെക്കാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ആദ്യത്തെ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സലിസം, പർട്ടിക്കുലറിസം ആണ്. അതായത് യൂണിവേഴ്സലിസം എന്ന് പറയുമ്പോൾ എന്താ, റൂൾസ് ആണ്. മറ്റേത് റിലേഷൻഷിപ്പിനാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഇൻഡിവിജ്വലിസം, കമ്മ്യൂണിറ്റേറിയസം. ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രം, കമ്മ്യൂണിറ്റേറിയസം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് വേണ്ടിയിട്ട്, അതാണ്. പിന്നെ ന്യൂട്രൽ വേഴ്സസ് എഫക്റ്റീവ്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എന്താ, ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നു. എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇമോഷൻസ് പുറമെ കാണിക്കുന്നു. പിന്നെ അടുത്തത് സ്പെസിഫിക് വേഴ്സസ് ഡിഫ്യൂസ് ആണ്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ എന്താ, വർക്കും ലൈഫും സെപ്പറേറ്റഡ് ആണ്. ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫ്യൂസ്ഡ് ആണ്, മിക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അച്ചീവ്മെന്റ് വേഴ്സസ് അസ്ക്രിപ്ഷൻ. അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ ഏൺഡ് സ്റ്റാറ്റസ് ആണ്. അസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഗിവൺ സ്റ്റാറ്റസ് എന്ന് പറയാം. ഇനി ആറാമത്തെ സീക്വൻഷ്യൽ ടൈം ആൻഡ് സിങ്ക്രണസ് ടൈം. സീക്വൻഷ്യൽ ടൈം എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഒരു ജോലി. സിങ്ക്രണസ് ടൈം എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. ഇന്റേണൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, എൻവയറമെന്റിനെ കൺട്രോൾ ചെയ്യുന്നു. എക്സ്റ്റേണൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എൻവയറമെന്റിനോട് അഡാപ്റ്റ് ചെയ്യുന്നു. ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ 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 ഓക്കെ. ഇനി നമ്മൾ എത്ര ചാപ്റ്റർ എടുത്തു? 4 ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ. നമുക്ക് ഇനി ഒരു ഈവനിങ്ങിൽ വെക്കാം ഒരു സെഷൻ. ബാക്കി നമുക്ക് അപ്പൊ ഡിസ്കസ് ചെയ്യാം. വർക്ക് മോട്ടിവേഷൻ, പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. സ്ട്രെസ് മാനേജ്മെന്റ്, പവർ ആൻഡ് പവർ ടാക്ടിക്സ്, ഒരു 5-6 ചാപ്റ്ററും കൂടി ഉണ്ട്. അതൊരു ഒറ്റ സെഷൻ ആക്കിയിട്ടും കൂടെ എടുത്തിട്ട് നിർത്താം. ഓക്കെ ആണല്ലോ. അപ്പൊ വൈകിട്ട് ഒരു 5 മണിക്ക് സെഷൻ വെക്കാം. ഓക്കെ ഓക്കെ ആണോ? നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ? താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു.